പോലീസിൽ വരുന്ന സമയത്തും വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. എല്ലാവർക്കും സെലക്ഷൻ കിട്ടി, ഞാൻ മെഡിക്കലിൽ അൺഫിറ്റ് ആയിപ്പോയി, ടെമ്പററി അൺഫിറ്റ്. പിന്നെ എനിക്ക് നാട്ടിലിരിക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ? അവിടെ നിന്ന് അന്നേരം ഞാൻ എവിടെയെങ്കിലും നാട് വിട്ട് പോയാലോ അത് ആലോചിച്ചു. ചോദ്യം ചോദിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോഴേ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നുണ്ട് കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന ഒരു രീതി പോലീസ്. ശരിക്കും അങ്ങനെ തന്നെയാണോ ഈ പോലീസ് ഇങ്ങനെ? എന്തായാലും നമുക്ക് യു പിയിലേക്ക് കയറാൻ പറ്റില്ല. യു പി കയറി അവർ നമ്മൾ എറിഞ്ഞു കൊല്ലും, അല്ലെങ്കിൽ വെടിവെച്ചു കൊല്ലും. ഈ സ്മോൾ അടി പാർട്ടികളിലൊക്കെ ഭയങ്കര വിറ്റുകൾ പറക്കുന്നുണ്ട്. അത് അന്നേരം ഞാൻ ആലോചിക്കുന്നപ്പോൾ അന്നത്തിന് എഴുതി വെച്ചാൽ നല്ല രസമാണ്. മമ്മൂക്ക എന്ന് പറഞ്ഞ ഒരു വലിയൊരു നടൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു സംഭവമാണ്. ഒരു മെഗാ സ്റ്റാറാണ്. പിന്നെ ഒരുപാട് എല്ലാ ആൾക്കാരും നല്ലൊരു ഇമേജോട് കൂടി കാണുന്ന ഒരു മനുഷ്യനാണ്. അതിൽ ആസിഫ് അലി പറയുന്നുണ്ടായിരുന്നു വിളിക്കുന്ന സമയത്ത് ഈ ഒരു പോലീസ് വേഷത്തിന് പറ്റിയ ഒരാളാണോ ഞാൻ എന്നത് എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു എന്ന്. രാജി പറഞ്ഞെന്താ വെച്ചല്ലേ, നീ അങ്ങോട്ട് നോക്കണം, ശരിയാ നോക്കും. അതൊരു വെപ്പായി പോയി. ലുക്കില്ലത്, എനിക്കൊരു പോലീസിന്റെ ലുക്കില്ലെന്നല്ലേ അതിന്റെ അർത്ഥം. ആ ഒരു സമയത്ത് ആ ഒരു സിനിമയിൽ ഫഹദ് ഫാസിലിന്റെ ആയാലും സുരാജ് വെഞ്ഞാറമൂടിന്റെ ആയാലും അഭിനയം വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ഫഹദ് ഫാസിലിന്റെ. കാല് മടക്കിയിട്ട് അയാളുടെ അടിവയറ്റിലേക്ക് കയറ്റി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും കൺട്രോൾ ചെയ്ത് തന്നെ ചെയ്തത്. പക്ഷേ പുള്ളി ആകെപ്പാടെ അങ്ങ് വിരണ്ട് താഴേക്ക് വീഴുന്ന രീതിയിലേക്ക്. അപ്പോൾ എനിക്ക് ഈ തമിഴ് പകുതിയൊക്കെ മനസ്സിലാകുന്നുള്ളൂ. അപ്പോൾ ഞാൻ അറിഞ്ഞത് ആരോ എന്നെ പറ്റിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. എന്നോട് സൂര്യയുടെ പേരൊക്കെ പറഞ്ഞിട്ട് സൂര്യയുടെ പടത്തിൽ അഭിനയിക്കാൻ അത് തമാശ ആക്കുമല്ലോ. ഞാൻ ആയിക്കോട്ടെ കുഴപ്പമില്ല. സിംഹത്തിന്റെ മുന്നിൽ അകപ്പെട്ട് നിൽക്കുന്ന കുഞ്ചാക്കോവനെ കാണിക്കുന്നത്. അപ്പോൾ ശരിക്കും ആ സിംഹത്തിനെ കൊണ്ടുവന്നിട്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. 2018 എനിക്ക് 6 ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിന് വിളിച്ചിരുന്നത്. പക്ഷെ അന്ന് ഭയങ്കര ഒരു അത്യാവശ്യം വന്നു പോലീസുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട്. അപ്പോൾ എനിക്കത് ഒഴിവാക്കേണ്ടി വന്നു. പിന്നീട് ആ പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ SI ആയിരിക്കുന്ന സമയത്ത് ഒരു പോലീസ് വെടിവെപ്പ് നടന്നിരുന്നു. കൺമന്നൂരിൽ വെച്ച് ഒരാൾ മരിച്ചു. കൂടെയുള്ളത് DYSP CB തോമസ് സാറാണ്. നമസ്കാരം സർ. നമസ്കാരം. ഇപ്പോൾ കാസർഗോഡ് DYSP ആണ്. അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥനെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇപ്പോൾ അഭിനയമുണ്ട്, എഴുത്തുണ്ട്, എല്ലാം ഉണ്ട്. ഈ തിരക്കിനിടയിൽ ഇതിനൊക്കെ ഇപ്പോൾ സമയം കിട്ടുന്നുണ്ടോ? സമയം കണ്ടെത്തുകയാണ്. എന്നാലും പഴയതുപോലെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സെലിബ്രിറ്റി എന്ന് തന്നെ പറയാം, സെലിബ്രിറ്റി ആണ്. അപ്പോൾ ഈ ജോലി സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിലും ആളുകൾ വരിക, സിനിമയെക്കുറിച്ച് സംസാരിക്കുക, സെൽഫി എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നില്ലേ? തീർച്ചയായും. അത് ജോലി എത്രത്തിലും ബാധിക്കുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. ഞാൻ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരു വലിയൊരു ഇത് വരുന്നില്ല. നമുക്ക് ലോ ആൻഡ് ഓർഡർ പോലെ അത്ര ടൈറ്റായിട്ട് നിൽക്കേണ്ടത് അല്ലെങ്കിൽ കുറച്ചൊരു ഡിസ്റ്റൻസ് പാലിക്കേണ്ട ഒരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ആരോടും അടുത്ത് ഇടപെടാൻ പറ്റുന്നൊരു ജോലിയാണ്. അത് കുഴപ്പമില്ല. അത് ഈ കൗമാരക്കാലത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നാടകങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അഭിനയത്തിൽ സജീവമായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ഔദ്യോഗിക ജീവിതത്തിലേക്ക് പോകുന്നു. പിന്നീടാണ് ഈ തൊണ്ടി മുതലും ദൃസാക്ഷി എന്ന സിനിമയിലേക്ക് വരുന്നത്. ആ ഒരു പണ്ട് അഭിനയിച്ചിരുന്ന ആ ഒരു കോൺഫിഡൻസിൽ തന്നെയായിരുന്നോ ഇത് ഈ സിനിമയിലേക്ക് ഒന്ന് ട്രൈ ചെയ്യാമെന്നൊരു തോന്നലുണ്ടാവുന്നത്? ഒരിക്കലല്ല, ആഗ്രഹം കൊണ്ട് ട്രൈ ചെയ്തതാണ്. അന്നൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു, കോൺഫിഡൻസ് ആയിരുന്നു, നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അന്ന് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. എന്തൊരു കാര്യം നമ്മൾ തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനകത്ത് എക്സൈൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതെല്ലാം പോയി. അതിനുശേഷം പിന്നെ പോലീസിൽ വന്നു ഒരു 10-14 വർഷത്തോളം ഇങ്ങനെ പോലീസ് ജീവിതം മാത്രമായിട്ട് വേറെ ഒന്നിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേയില്ല. അതിനിടയിൽ എൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ കാസ്റ്റിംഗ് കോളിൽ അപ്ലൈ ചെയ്ത് ഓഡിഷൻ വിളിച്ചപ്പോഴാണ് പോകുന്നത്. അപ്പോൾ ആ കോൺഫിഡൻസോട് കൂടി അല്ലേയല്ല പോയത്. അതുകൊണ്ട് തന്നെ ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല പോകുമ്പോൾ. പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്തോ നമുക്ക് മുന്നിലിരുന്ന് നമ്മളോട് കൗണ്ടർ പറയാനുള്ള ആൾ നല്ല പ്രഗത്ഭനാകുമ്പോൾ നമ്മൾ അതിനോട് പിടിച്ചു നിൽക്കാൻ നോക്കും. പ്രത്യേകിച്ച് ഒരു പോലീസ് ഓഫീസറാണ്, നമുക്ക് താന്നു കൊടുക്കാൻ പറ്റില്ലല്ലോ, തോറ്റു കൊടുക്കാനും പറ്റില്ലല്ലോ. അതൊന്ന്. 2, ഞാനൊരു നാട്ടിൻ പുറത്തുകാരനാണ്, തികച്ചും മൈക്രോ ഇൻറ്റീരിയർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മളിൽ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എപ്പോഴും ഉണ്ടാവും. നമുക്ക് വേറെ ആരില്ല, നമ്മൾ തന്നെ ചെയ്യണം നമ്മുടെ കാര്യങ്ങൾ. അങ്ങനെ ആ ഒരു ഇഷ്ടം കൊണ്ടും ആ ഒരു താല്പര്യം കൊണ്ടും അതിലൂടെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അതിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരൊറ്റ സിനിമ, ആദ്യ സിനിമ കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുന്നു, ഒരുപാട് ഇന്റർവ്യൂകളൊക്കെ സംഭവിക്കുന്നു. ശരിക്കും യാദൃശ്ചികം എന്ന് തന്നെ പറയാൻ പറ്റും. ആ ഒരു സമയത്ത് ആ ഒരു സിനിമയിൽ ഫഹദ് ഫാസിലിന്റെ ആയാലും സുരാജ് വെഞ്ഞാറമൂടിന്റെ ആയാലും അഭിനയം വലിയ രീതിയിൽ പ്രശംസിക്കപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ഫഹദ് ഫാസിലിന്റെ. സാർ പറഞ്ഞു മുന്നിലിരിക്കുന്ന ആള് കൗണ്ടർ പറയുമ്പോൾ അതിൻ്റെ അനുസരിച്ച് നമ്മളും ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ ഓർമ്മകളുണ്ട്, അവരുടെ ആ ഒരു അഭിനയമൊക്കെ നോക്കിയിരുന്ന നിമിഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. ഫസ്റ്റ് ഡേ ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ തലേ ദിവസം ഉറങ്ങിയിട്ടില്ല തന്നെ പറയാം. കാരണം ഞാൻ അവിടെ പോയി ബബ്ബ അടിച്ചു. നമ്മുടെ സിനിമ കണ്ടിട്ടുണ്ടല്ലോ, ഈ വീട്ടിൽ പോലീസുകാർക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അരി വറുക്കുന്ന ഇന്നസെൻ്റ് ചേട്ടനെയൊക്കെ ഓർമ്മ വരും. സ്വപ്നവും കണ്ടു. അപ്പോൾ പിറ്റേ ദിവസം ചെന്നിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടേതായ രീതിയിൽ അവതരിപ്പിച്ചപ്പോൾ അവർക്ക് ഭയങ്കര
അവർ അപ്രീഷിയേറ്റ് ചെയ്തു ശരിക്കും. അത് നല്ല കോൺഫിഡൻസ് ആണ്. ആ ഡയറക്ടർ അടക്കം അപ്രീഷിയേറ്റ് ചെയ്തു. പിന്നെ കറക്ഷൻ പറയുന്നത് വളരെ കുറവായിരുന്നു ഫസ്റ്റ് ടേക്കിൽ തന്നെ. രണ്ടാമത് പിന്നെ ഈ കൗണ്ടർ ഡയലോഗ് പറയുന്ന ആൾക്കാരിൽ ചെറിയൊരു പരിഭ്രമം ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ അതൊന്നും നമ്മൾ പോലീസുകാരല്ല, എല്ലാം ചുറ്റും നിൽക്കുന്ന എല്ലാ പോലീസുകാരല്ലേ, ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അവർക്ക്, ഒറിജിനൽ പോലീസുകാരുടെ ആ ഒരു പരിഭ്രമം നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയിരുന്നു. നമ്മുടെ എതിരാളി കുറച്ച് പരാജയത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ ഊർജ്ജസ്വലനാകുന്നത്, ആ ഒരു ഇത് വന്നു. പിന്നെ പൊതുവെ അവരും വളരെ നാച്ചുറലായിട്ടാണ് അതിനകത്ത് പെർഫോം ചെയ്തത്. അപ്പോൾ നമുക്ക് അഭിനയിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മളെന്താണ് നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്തു വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജോലി ഔദ്യോഗിക ജീവിതത്തിൽ ചെയ്തു വരുന്നത്, അത് ഞങ്ങൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടത്. അഭിനയം ഞെട്ടിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അയ്യോ, ഫസ്റ്റ് ഇൻസിഡന്റ് തന്നെ, ഫസ്റ്റ് ഡേ തന്നെ ഫഹദ് ചോദ്യം ചെയ്തതിന് ശേഷം അയാളെ ഞെട്ടിച്ചിട്ട് അയാളുടെ കാല് മടക്കിയിട്ട് അയാളുടെ അടിവയറ്റിലേക്ക് കയറ്റി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും കൺട്രോൾ ചെയ്ത് തന്നെ ചെയ്തത്. പക്ഷേ പിന്നെ പുള്ളി ആകെപ്പാടെ അങ്ങ് വിരണ്ട് താഴേക്ക് വീഴുന്ന രീതിയിലേക്കായി. ഇപ്പോൾ ഞാനവിടെ ദൈവം ഇത് കൊണ്ടോ, എവിടെയോ കൊണ്ടിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ പുള്ളി കൈ ഇങ്ങനെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൈ വെച്ച് തടയുന്നുണ്ട്, കൈക്കട്ടേ കൊണ്ടിട്ടുള്ളൂ. ഇനി കയ്യും കയറി മുന്നോട്ട് പോയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു നമ്മുടെ പേടി. അത്രയ്ക്കും ഒരു പിന്നെ നാച്ചുറലായിട്ടും നമുക്ക് പേടിക്കുന്ന ഞെട്ടിക്കുന്ന രീതിയിൽ അഭിനയം തന്നെ ആദ്യം തന്നെ തന്നത്. പിന്നെ സുരേഷാണേലും നല്ല പിന്നെ എല്ലാ സ്ഥലത്തും ആ സ്ഥലത്ത് തന്നെ ഈ തെറ്റിപ്പോകുന്നുണ്ട്. പേര് ചോദിക്കുമ്പോഴോ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ തെറ്റിപ്പോകുന്നുണ്ട്. അത് കറക്റ്റ് നാച്ചുറലായിട്ട് വന്നത് തെറ്റിലാണ്. അത് അതേപോലെ തന്നെ അവർ പകർത്തുകയും ചെയ്തു. അതിനകത്ത് റീടേക്ക് ഒന്നും വന്നിട്ടില്ല. ഇതുപോലെ വലച്ച കള്ളന്മാരുണ്ടോ? മാല വിഴുങ്ങിയിട്ടൊക്കെ വലച്ച കള്ളന്മാർ ഒരുപാടുണ്ട്. മാല വിഴുങ്ങിയതല്ല, വലച്ച കള്ളന്മാർ ഒരുപാടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് അവരെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ആ സമയം വരെ നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. അത് കുറച്ച് സമയം എടുക്കും. ചിലപ്പോൾ 2 ദിവസം എടുക്കും, 3 ദിവസം എടുക്കും, ചിലപ്പോൾ 3-ാം ദിവസമായിരിക്കും ബ്രേക്ക് ചെയ്തിട്ട് അതിന് കറക്റ്റായിട്ടുള്ള തെളിവുകൾ നമുക്ക് തരാനുള്ള ഇൻഫർമേഷൻ തരിക. ചോദ്യം ചോദിക്കുന്ന കാര്യമൊക്കെ പറയുമ്പോഴേ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നുണ്ട് കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന ഒരു രീതി പോലീസ്. ശരിക്കും അങ്ങനെ തന്നെയാണോ ഈ പോലീസ് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നതൊക്കെ? ഇപ്പോൾ സിനിമയിൽ കുറേയൊക്കെ സ്ഥലത്ത് ഇപ്പോൾ ഒക്കെ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് തന്നെ വരുന്നുണ്ട് കാര്യങ്ങൾ. അത് മുൻപൊക്കെ ഉള്ള രീതിയിലല്ല, പല രീതിയിലുണ്ട്. പല ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ വളരെ ടഫായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരാൾ വളരെ സ്നേഹത്തിൽ നിൽക്കും. ആ ടഫായിട്ടുള്ള ആൾ കുറച്ച് നേരം എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാറി നിൽക്കും. അത് ഉണ്ടാക്കുന്നത് തന്നെയാണ്. മാറി നിൽക്കുന്ന സമയത്ത് ഇയാൾ എന്നിട്ട് തുടങ്ങി സാറിന് ഞാൻ പിന്നെ ഇതാക്കണ്ട, പറഞ്ഞുതരാം, കുഴപ്പമില്ല, ആ രീതിയിൽ ഇങ്ങനെ മയത്തിലാക്കിയെടുക്കും. ആ 2 രീതിയിൽ ഇങ്ങനെ പോകുമ്പം ഇവന് കൺഫ്യൂഷൻ ആകും. ഇത് ഏതൊരു മനുഷ്യനും മനസ്സ് കുറച്ച് ചഞ്ചലമാണ്. അത് ഹാർഡാക്കി കൊണ്ടുവരുന്നിടത്ത് നമ്മളിങ്ങനെ ചെറിയ സ്നേഹവും അല്ലെങ്കിൽ പേടിപ്പിക്കലെല്ലാം ഇട്ടിട്ട് നമുക്ക് അതിനിങ്ങനെ സോഫ്റ്റാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ വരും. കുറച്ച് സമയം എടുക്കും. ചിലരിൽ കുറേ ദീർഘസമയം എടുത്തിട്ടായിരിക്കും അവർ ഓപ്പണായിട്ട്. സിനിമയിൽ കാണുന്ന അതേ പ്രൊസീജിയർ തന്നെ ആയിരിക്കും. സിനിമയിൽ കുറേയൊക്കെ അങ്ങനത്തെ പ്രൊസീജിയർ തന്നെ വെക്കുന്നുണ്ട്. ഇപ്പോൾ അത് പിന്നെ എനിക്ക് തോന്നുന്നത് മിക്ക ആൾക്കാർക്കും സൗഹൃദങ്ങൾ പോലീസിലുള്ളതുകൊണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ റിയലിസ്റ്റിക് ആക്കാൻ അവർ ശ്രമിക്കും. കാരണം ഇന്നിപ്പോൾ എല്ലാവർക്കും ചാനലിലൂടെയും ഓൺലൈൻ മീഡിയയിലൂടെയും ഒക്കെ കുറേ കാര്യങ്ങൾ ശരിക്കും റിയലായിട്ടുള്ള കാര്യങ്ങൾ തന്നെ കാണാൻ പറ്റും. അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വരെ എടുത്തിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അത് വെച്ച് കമ്പയർ ചെയ്യും പിന്നെ പ്രേക്ഷകർ. അത് പേടിയുണ്ട്. കാസർഗോഡ് ഷൂട്ടായതുകൊണ്ടാണോ എന്നാത്താൻ കേസുകളിൽ അഭിനയിക്കാൻ തീരുമാനിച്ചത്? സത്യമായിട്ടും ഞാൻ ആദ്യത്തെ കാസ്റ്റിംഗ് ലിസ്റ്റിൽ ഇല്ല. അവരുടെ പിന്നെ അവർക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആദ്യം റിഹേഴ്സൽ കാര്യങ്ങളൊക്കെ, അതിലൊന്നും ഞാനില്ലായിരുന്നു. അവസാന നിമിഷമാണ് എന്നെ വിളിക്കുന്നത്. കാരണം അത് 1-2 കാര്യങ്ങളിൽ പിന്നെ ചില കാര്യങ്ങൾ അവർ മാറ്റി പരീക്ഷിച്ചിരുന്നു. ആ ഒരു ക്യാരക്ടറിന് പല സ്ലാങ് എടുത്തിരുന്നു. അപ്പോൾ അവർ വിചാരിച്ചപ്പോൾ നമുക്ക് കിഴക്കൻ മേഖലയിൽ നിന്ന് വരുന്ന ഒരു പിന്നെ നസ്രാണി ആണെങ്കിൽ എങ്ങനെയായിരിക്കും രസമായിരിക്കും എന്നുള്ളൊരു ചിന്താഗതിയിൽ ഒന്ന് ഉരുത്തിരിഞ്ഞാണ്, അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ആ മാനറിസം ഭയങ്കര രസമായിരുന്നു. അയാൾ സാക്ഷി പറയുന്ന ആ ഒരു മാനറിസം ഒക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ആ മാനറിസം ക്രിയേറ്റ് ചെയ്തത്? സാറിൻ്റെ തന്നെ ആയിരുന്നോ അല്ലെങ്കിൽ സംവിധായകൻ്റെതായ ഒരു മോഡിഫിക്കേഷനിലാണോ? സംവിധായകൻ പറഞ്ഞിരുന്നു അത് ഇങ്ങനെ ഒരു രീതിയിലായിരിക്കണം എന്നുള്ളത് പറഞ്ഞത്. ഏത് നമ്മുടെ ആ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പിന്നെ മൈഗ്രേറ്റ് ചെയ്ത് വന്ന ഒരു നസ്രാണി ആയിട്ട് വരണം എന്നുള്ള രീതിയിൽ പറഞ്ഞത്. പിന്നെ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരുപാട് ആളുകൾ നമ്മുടെ മുന്നിലൂടെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ പലരുടെയും പരാതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പലരുടെയും പരാതികൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഭയങ്കര രസമായിരിക്കും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാൻ തോന്നും. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവരിൽ ആരെങ്കിലും ഒരാളെ നമ്മൾ എടുത്ത് ഈ സിനിമയിലേക്ക് ഇട്ട് കൊടുത്താൽ പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ. അതുപോലെ അതിലെ കോടതി, ജഡ്ജ്, സാക്ഷി പറയാൻ വരുന്നവർ എല്ലാവരും വ്യത്യസ്തമായി ഫീൽ ചെയ്തിരുന്നു. അതുവരെ മലയാള സിനിമ കണ്ടെത്തുന്നത് വ്യത്യസ്തമായ ഒരു കോടതി മുറിയിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയത്. പിന്നെ ഹ്യൂമറസായി പോകണം എന്നുള്ളത് നിർബന്ധമായിരുന്നു രതീഷിന്. എന്നാൽ അതിനകത്ത് ഉള്ള കാര്യങ്ങളുടെ സീരിയസ്നെസ് ഒരിക്കലും കുറഞ്ഞു പോകാനും പാടില്ല.
പക്ഷെ അവതരിപ്പിക്കുന്ന രീതിയിലൂടെ നർമ്മം കൊണ്ടുവരണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും മജിസ്ട്രേറ്റുമാർ ഒരിക്കലും അത്ര സരസരാവാറില്ല. കാരണം അവർ സരസരായാൽ അവരുടെ സീരിയസ്നെസ് കുറഞ്ഞു പോകുന്നുള്ളൊരു പേടി. പിന്നെ ഒരു ഡിറ്ററൻറ്റ് എഫക്റ്റ് കൊടുക്കുന്നത് ഈ പിന്നെ ടഫാകുന്നതാണ്. അയാളൊന്നും ചെയ്യുന്നില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഇരിപ്പിൽ തന്നെ ഒരു ഗാംഭീര്യവും അയാൾ ഇപ്പം എന്നെ കൊന്നുകളയും എന്നുള്ള തോന്നൽ പ്രതിക്ക് വന്നാൽ അയാൾ പിന്നീട് ഒരു തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് അയാൾക്ക് ചെറിയൊരു ഇതുണ്ടാകും, മനസ്സിൽ തോന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ ടഫായിരിക്കും. ശരിക്കും നല്ല പാവം മനുഷ്യരായിരിക്കും ഇവരൊക്കെ തന്നെ. ഒരുപാട് ആൾക്കാർ എനിക്ക് സുഹൃത്തുക്കളായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ അഭിനയിക്കേണ്ടി വരും അവർക്ക്, അങ്ങനെയാണ്. പക്ഷേ ഇതിൽ നർമ്മം കൊണ്ടുവരണം എന്നുള്ളത് രതീഷിൻ്റെ നിർബന്ധമായിരുന്നു. അത് ഏകദേശം അതുപോലെ തന്നെ വരികയും ചെയ്തു. എന്നാൽ ടഫാകേണ്ട സ്ഥലത്ത് നല്ല ടഫാവുകയും ചെയ്തു. ആ ടഫ് കോരിത്തെരിപ്പിച്ച ടഫാണ് ആൾക്കാർക്ക്. ചില സ്ഥലങ്ങളിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമെന്ന് പറഞ്ഞില്ലേ, അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണമെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ രസമുള്ള ഒരു സംഭവമാണ്. അതിൽ കുഞ്ചാക്കോ ബോബന്റെ ഒരു മേക്ക് ഓവറും ഭയങ്കരമായ ആളുകളെ രസിപ്പിച്ചൊരു മേക്ക് ഓവർ ആയിരുന്നു. അത്ഭുതപ്പെടുത്തില്ല. അതിനകത്ത് ഞാൻ കുഞ്ചാക്കോ ബോബനെ കണ്ടിട്ടേ ഇല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കൊഴുമൽ രാജീവൻ മാത്രമാണത്. അതായത് വേറെ എനിക്ക് അതൊരു സ്റ്റാറായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. പല്ലും എല്ലാം വെച്ചിട്ട് മൊത്തത്തിലൊരു മാറ്റം വന്നു. പിന്നെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിപ്പോയില്ലേ, ആറ്റിറ്റ്യൂഡ് തന്നെ മാറിപ്പോയി. ആ ഒരു രീതിയിലൂടെ എനിക്ക് എന്നെ ശരിക്കും എൻ്റെ വക്കീലിൻ്റെ റോള് പുള്ളിയാണ് വഹിക്കുന്നത്. എന്നെ ക്രോസ് ചെയ്യുന്ന പുള്ളിയാണ്. എന്നെ കാര്യങ്ങൾ ചോദിച്ച് കോടതിക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന പുള്ളിയാണല്ലോ. അവിടെ തന്നെ ഒരുപാട് രസകരമായ സംഭവങ്ങളാണ് നടന്നിരുന്നത്. നല്ല പിന്നെ എടുക്കുന്ന സമയത്തൊക്കെ അതിനകത്ത് ചില ഡയലോഗുകളൊക്കെ ചിലതൊക്കെ ഇങ്ങനെ ലെങ്ത് കൂടിയതുകൊണ്ട് കട്ടായിട്ടൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ ചിലതൊക്കെ കുഞ്ചാക്കോ ബോബന്റെ കോൺട്രിബ്യൂഷൻ തന്നെ വന്നിട്ടുണ്ട് ചില ഡയലോഗുകളിൽ തന്നെ. അപ്പൊ അങ്ങനെ ഒരു കോൺട്രിബ്യൂഷൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും തിരിച്ചൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുക? പെട്ടെന്ന് ഇത് സ്ക്രിപ്റ്റിൽ ഇല്ലാത്തതായിരിക്കാം ചിലപ്പോൾ പറയുന്നുണ്ടാവുക, ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഒരു വരുമ്പോൾ എങ്ങനെയാണ് സാറിൻ്റെതായ ഒരു കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കൊടുക്കുക? ചില സമയത്തുണ്ടല്ലോ ആ ഒരു പ്രത്യേക മൂഡിൽ വന്നു കഴിയുമ്പം നമ്മൾ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി കഴിയുമ്പോഴല്ലോ സ്പോണ്ടേനിയസ് ആയിട്ട് വരും തമാശകൾ. അതാണ് ചില ഈ സ്മോൾ അടി പാർട്ടികളിലൊക്കെ ഭയങ്കര വിറ്റുകൾ പറക്കുന്നുണ്ട്. അത് അന്നേരം ഞാൻ ആലോചിക്കുന്നപ്പോൾ അന്നത്തിന് എഴുതി വെച്ചാൽ നല്ല രസമാണ്. ഞാൻ സ്മോൾ അടിക്കുന്നല്ല അതിൻ്റെ അർത്ഥം, സ്മോൾ അടിക്കുന്ന ആൾക്കാരുടെ കൂടുതൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. ആ രീതിയിലെടുത്തത്. അപ്പോൾ അത് എഴുതി വെക്കാൻ തോന്നും. അത് പലപ്പോഴും പിന്നീട് കിട്ടില്ല, ഓർമ്മയിരിക്കില്ല. ഇപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ അന്നേരം തന്നെ എടുത്തിട്ട് എഴുതി റെഡിയാക്കി വെക്കും. പിന്നീട് ഏതെങ്കിലും സ്ക്രിപ്റ്റ് നമുക്ക് എവിടെയെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ അതിൽ സംഭവിച്ചിട്ടുണ്ടോ? അതുപോലെ ഇപ്പൊ ക്രോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഡയലോഗുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്? ഫുള്ള് ഓർക്കുന്നില്ല. എന്തായാലും പേര് പറഞ്ഞു, സ്ഥലം പറഞ്ഞു, എല്ലാം പറഞ്ഞതിന് ശേഷം വയസ്സ് അന്നേരം മജിസ്ട്രേറ്റ് ചോദിക്കുന്നുണ്ട് വയസ്സ് എത്രയായിരിക്കും. ഒരു 40-41 വരും എന്ന് പറയും. അന്നേരം മജിസ്ട്രേറ്റ് കൂടുവോ? അടുത്ത വർഷം എന്ന് പറയുന്നത്. അടുത്ത വർഷം എന്നുള്ളത് പറഞ്ഞു തരുന്ന കുഞ്ചാക്കോ ബോബൻ എന്നോട് പറഞ്ഞിരുന്നത്, അങ്ങനെ പറയാറ്. പക്ഷെ അത് ആ ഡയലോഗ് പോർഷൻ ശരിക്കും കട്ടായി പോയി അവിടുന്ന്. രസമുള്ള അത് പെട്ടെന്ന് വന്ന ഒരു സംഭവമാണ്, പുള്ളിക്ക് ഇങ്ങനെ പെട്ടെന്ന് വന്ന ഒരു സംഭവമാണ്. അതുപോലെ എഴുതിയതാണ് കുറ്റവും ശിക്ഷയും. പക്ഷെ അത് വേണ്ട വിധത്തിൽ തിയേറ്ററുകളിൽ അങ്ങ് ഹിറ്റായില്ല എന്നുണ്ടായിരുന്നു. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംഭവിച്ചത് കുറ്റവും ശിക്ഷയ്ക്കും? ഒന്ന് മെയിനായിട്ട് ആ സിനിമ നിന്ന് പോയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കയറി വരുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് പ്രേക്ഷകർക്ക് ആവശ്യം ഇതായിരുന്നില്ല. പക്ഷേ ഒരുപക്ഷെ അതിന് ശേഷം പിന്നീട് ഇത് ഫുൾ ഫ്ലറിഷ് ആയതിനു ശേഷം, ആ കോവിഡിന് ശേഷം സിനിമ ഒന്നും കൂടി ശക്തമായതിനു ശേഷം ഇത് ഇറക്കിയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ശ്രദ്ധിക്കപ്പെട്ടേനെ. പക്ഷെ അതിനുശേഷം വന്ന അത് ഒരു പാറ്റേണിൽ തന്നെ വന്നൊരു സിനിമയായിരുന്നു കണ്ണൂർ സ്ക്വാഡ് എന്ന് പറയുന്നത്. പക്ഷെ അത് വലിയ രീതിയിൽ ഹിറ്റ് അടിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? ഈ സെയിം മെത്തേഡിൽ തന്നെ പോകുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവിച്ചത്? പല സ്ഥലങ്ങളിലും സെയിം ഒരേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്, പല സ്ഥലങ്ങളിലും ഒരേപോലെ വന്നിരിക്കുന്നത്. പിന്നെ മമ്മൂക്ക എന്ന് പറഞ്ഞ വലിയൊരു നടൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു സംഭവമാണ്. ഒരു മെഗാ സ്റ്റാറാണ്. പിന്നെ ഒരുപാട് എല്ലാ ആൾക്കാരും നല്ലൊരു ഇമേജോട് കൂടി കാണുന്നൊരു മനുഷ്യനാണ്. ഒരു ഐഡിയൽ പേഴ്സൺ എന്നുള്ള രീതിയിൽ കാണുന്നതാണ്. കാരണം വേറൊരു ദുസ്വഭാവങ്ങളൊന്നുമില്ല. വളരെ സ്ട്രിക്റ്റായിട്ട് കാര്യങ്ങൾ കൃത്യമായി നോക്കി എല്ലാത്തിനെയും അസസ് ചെയ്ത് അഭിപ്രായം പറയേണ്ടടുത്ത് മാത്രം അഭിപ്രായം പറയുന്നൊരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഒരു വലിയൊരു ആരാധിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ പറയാം. ആ ഒരു മനുഷ്യൻ്റെ ഒരു സാന്നിധ്യം ആ പടത്തിലുണ്ട്. അത് തന്നെ ഏറ്റവും വലിയൊരു വ്യത്യാസമാണ്. അതിൽ ആസിഫ് അലി പറയുന്നുണ്ടായിരുന്നു വിളിക്കുന്ന സമയത്ത് ഈ ഒരു പോലീസ് വേഷത്തിന് പറ്റിയ ഒരാളാണോ ഞാൻ എന്നത് എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു എന്നുള്ളത്. ആ കൺസേൺ ആസിഫ് അലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡൗട്ട് എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ഉള്ളത് നിങ്ങളുമായിട്ട് പങ്കുവെച്ചിരുന്നു? ആ സംശയം സംസാരിച്ചിരുന്നു. അന്നേരം രാജീവ് പറഞ്ഞു, ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്നിരിക്കുന്ന സമയത്താണ്. രാജീവ് പറഞ്ഞ എന്താ വെച്ചല്ലേ, നീ അങ്ങോട്ട് നോക്കടാ, ശരിയാ നോക്ക്. അതൊരു വെപ്പായി പോയി. ലുക്കില്ല, എനിക്കൊരു പോലീസിന്റെ ലുക്കില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം. എന്നാലും അതൊരു കോൺഫിഡൻസ് പുള്ളിക്ക് കിട്ടി.
അതെ, അതിൻ്റെ ഇടയിൽ പല ഇപ്പോൾ അത് റിയൽ ആയിട്ട് നടന്ന സ്റ്റോറിയാണ്, സാറിൻ്റെ ലൈഫിൽ നടന്നൊരു സ്റ്റോറി കൂടിയായിരുന്നു. ഏതോ ഒരു സന്ദർഭത്തിൽ ഓടിപ്പോയി ആസിഫ് അലിയെ കെട്ടിപ്പിടിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. എന്തായിരുന്നു അങ്ങനെ ഒരു അഭിനന്ദനം ആസിഫ് അലിക്ക് കൊടുക്കാൻ? ആ ഒരു പിന്നെ അവിടെ പോയി ഞങ്ങൾ ആദ്യം ഒരു പ്രതിനെ പിടിക്കുമല്ലോ, പിടിച്ച് 2-3 ദിവസം അവനെ ഞങ്ങളുടെ കൂട്ടത്തിലിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞാണ് ഓരോ കാര്യങ്ങളിലേക്ക് പോകുന്നത്. അവനെ നമ്മൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷം ഞങ്ങൾ വേറൊരു ഓപ്പറേഷന് പോവുകയാണ്. രണ്ടാമത് ആ ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ച് വരുമ്പം ഇയാൾ രക്ഷപ്പെടുകയാണ് പോലീസ് കസ്റ്റഡിയിൽ നിന്ന്. അത് വിത്ത് ഹാൻഡ് കഫാണ് രക്ഷപ്പെടുന്നത്. അത് ആ ഭാഗം പിന്നെ അത് ആസിഫ് അലി അവതരിപ്പിച്ചപ്പോൾ ഭയങ്കര ടച്ചിങ് ആയിപ്പോയി. അങ്ങനെയാണ് അത് ശരിക്കും ഫീൽ ചെയ്തു. അപ്പോൾ അതിന് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള അഭിനയമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അതിനകത്ത് ആസിഫ് അലിയുടെ ആരുടെ അത് അത്രയും ഒരു വേണ്ടപ്പെട്ട ഒരു ശ്രദ്ധ കിട്ടിയില്ല പടത്തിന്. ആസിഫ് അലിയെ മോഡിഫൈ ചെയ്യാൻ സാറിൻ്റെതായ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ, സാറിൻ്റെ ഒരു കഥ കൂടിയാണ്, അപ്പോൾ സാറിൻ്റെതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ആസിഫ് അലി അത്തരത്തിലൊന്ന് മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്? പല സ്ഥലങ്ങളിലും വേണ്ടി വന്നില്ല എന്നുള്ളതാണ്. കാരണം പുള്ളി ആ കഥ കേട്ടപ്പോൾ തന്നെ, അത് പുള്ളി ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ പുള്ളി സഫാരി ടി വിയിൽ ഇത് കണ്ടിരുന്നു, എപ്പിസോഡുകൾ കണ്ടിരുന്നു. അപ്പോൾ പുള്ളി പിന്നെ അന്നേരം തന്നെ പുള്ളി എനിക്ക് തോന്നുന്നത് നമ്മൾ സിനിമ ആക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പുള്ളി മനസ്സിലൊരു ഡ്രാമ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രാമയല്ല, ഒരു ജീവിതം രൂപീകരിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. രൂപപ്പെടുത്തിയെടുത്ത ആ ഡ്രാമ തന്നെയാണ് അയാൾ അവതരിപ്പിച്ചത്. അതിൽ വലിയൊരു വ്യത്യാസം എനിക്ക് തോന്നില്ല. ചില സ്ഥലങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് ചർച്ച ചെയ്ത് വരുന്നുണ്ട്, അത്രമാത്രമേ. ആ പുള്ളിയുടെ ആ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞിരുന്നല്ലോ, ചെറിയൊരു ഡിപ്രഷൻ മൂഡിലേക്ക് പോകുന്ന ഒരു ടൈപ്പിലേക്ക്. അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളിലൂടെ ഞാനും കടന്നു പോയത്. അപ്പോൾ ഞാൻ SI ആയിരിക്കുന്ന സമയത്ത് ഒരു പോലീസ് വെടിവെപ്പ് നടന്നിരുന്നു. കൺമുന്നിൽ വെച്ച് ഒരാൾ മരിച്ചു വീഴുന്നത് കണ്ട്, വെടിയേറ്റ് മരിക്കുന്നത്, അത് പോലീസിൻ്റെ വെടിയേറ്റ് മരിക്കുന്നത്. പിന്നീട് പല അപകടങ്ങളിൽ കാലിൻ്റെ ആങ്കിൾ ഫ്രാക്ചർ ആവുകയും തലയുടെ നെറുകയിൽ ഏറ് കിട്ടി 9 സ്റ്റിച്ച് വരികയും മൂക്കിന് ഏറ് കിട്ടിയിട്ട് സെപ്റ്റം പൊട്ടുകയും സർജറിയിലൊക്കെ പോയിട്ട് അങ്ങനെ മരണത്തെയൊക്കെ അഭിമുഖീകരിച്ച ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിരുന്നു. ആ സന്ദർഭങ്ങളൊക്കെ നമുക്ക് ചെറിയൊരു ഡിപ്രഷൻ തരും. നമ്മൾ പിന്നെ സക്സസ് ആവില്ലേ എന്നുള്ളൊരു തോന്നലൊക്കെ നമ്മളിലേക്ക് വരും. അത് പുള്ളി അതേപോലെ തന്നെ അതിനകത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. സാറിൻ്റെ ആ ഒരു ഇമോഷൻസ് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്നാണോ? പറഞ്ഞിട്ടുണ്ട് അത് കൊടുത്തിരുന്നു. അത് പറഞ്ഞു കൊടുക്കുന്നതിന് മുൻപ് തന്നെ പുള്ളിക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിരുന്നു. പറഞ്ഞു കൊടുത്തപ്പോൾ കുറച്ചും കൂടി നമുക്ക് പെർഫെക്റ്റ് ആക്കാം. അത്തിരിട്ട് ഗ്രാമം ഉണ്ടല്ലോ സാർ, പോയൊരു ഗ്രാമം കൂടിയാണ്. അപ്പോൾ അതെങ്ങനെയായിരുന്നു ക്രിയേറ്റ് ചെയ്തെടുത്തത്? അവിടെ തന്നെ ആ ഒരു സെറ്റിംഗ് എങ്ങനെയാണ് സംഭവിച്ചത് അത്തിരിട്ട്? അത് പിന്നെ ഇവർ എന്തായാലും നമുക്ക് UP യിലേക്ക് കയറാൻ പറ്റില്ല. UP കയറി അവർ നമ്മൾ എറിഞ്ഞു വിടും, അല്ലെങ്കിൽ വെടിവെച്ചു വിടും. അതുകൊണ്ട് പിന്നെ രാജീവും സുരേഷ് രാജൻ അതിൻ്റെ ക്യാമറ DOP അവരെല്ലാവരും കൂടി പിന്നെ രാജസ്ഥാൻ ഏരിയ ചുറ്റാന്ന് പറഞ്ഞു. അങ്ങനെ രാജസ്ഥാൻ ഏരിയ ചുറ്റി കുറേ പിന്നെ എനിക്ക് തോന്നുന്നു ജയ്പൂരിൽ നിന്ന് 300 ചില്ലറ കിലോമീറ്റർ ഉണ്ട് അവിടെ ദേവ്മാലി എന്ന് പറഞ്ഞ ഗാവ്. ആ ഗാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 100 വർഷമായിട്ട് ഒരൊറ്റ കളവ് പോലും നടന്നിട്ടില്ല. ഒറ്റ കളവ് പോലും നടന്നിട്ടില്ല. വീടുകൾ പൂട്ടാറില്ല. അങ്ങനത്തെ ഒരു ഗാവാണ്. നോൺ വെജ് കയറ്റാറില്ല, മുട്ട പോലും കഴിക്കാറില്ല അവർ. ഞങ്ങൾ മുട്ട കഴിച്ചിട്ടില്ല അതിനകത്ത് കയറിയിട്ട്. ഞങ്ങൾ പിന്നെ പുറത്ത് ഹോട്ടലിൽ വരുമ്പോഴേ കഴിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗാവ് കണ്ടെത്തിയിട്ട് അപ്പോൾ എനിക്കെന്നിട്ട് കുറേ ഫോട്ടോസ് അയച്ചു തന്നു. അപ്പോൾ ഫോട്ടോസെല്ലാം നോക്കുമ്പോൾ നല്ല രസമുണ്ട്. അതേപോലെ തന്നെ ഏകദേശം ഫീൽ ചെയ്യുന്നുണ്ട്. ഒറ്റ ഇതിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ചുറ്റും വലിയ ചുറ്റുമതിലുണ്ടായിരുന്നു. അത് 1.5 ആൾ പൊക്കത്തിലുള്ള ചുറ്റുമതിലുണ്ടായിരുന്നു. അതിൻ്റെ അഭാവം മാത്രം ഉണ്ടായിരുന്നു. അത് പക്ഷേ നമ്മൾ കല്ലുകൊണ്ട് റെഡിയാക്കി കുറച്ചൊക്കെ നമ്മൾ മാനേജ് ചെയ്തു. അപ്പോൾ അത് ഏകദേശം ഫിറ്റാണ്, അതിന് ഫിറ്റായിട്ടുള്ള രീതി. പിന്നെ അതിൻ്റെ ഇടവഴികളൊക്കെ കാണുന്നുണ്ട്. നമ്മുടെ ചില ഫ്രെയിമുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഈ ഗാവിലേക്ക് പോകുന്ന രംഗം 2 പ്രാവശ്യം ഒരേ ഇത് കാണിച്ചിട്ടുണ്ട്, ഒരേ ഫ്രെയിമിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. രാത്രിയിൽ പോകുന്നത് അതൊക്കെ ഭയങ്കര രസമുള്ള. അങ്ങനെ ഒരു ലൊക്കേഷൻ അവർ കുറേ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ്, ഒരുപാട് അന്വേഷിച്ചിട്ട് കണ്ടുപിടിച്ചതാണ്. ഈ കേരള പോലീസിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്, കേരള പോലീസിനെ കുറിച്ച് പറയും, അതായത് ഒരു കള്ളൻ പുറത്ത് എവിടെ പോയി വിളിച്ചാലും, ഇന്ത്യക്ക് അകത്ത് എവിടെ വിളിച്ചാലും കേരള പോലീസ് കൃത്യമായി അവിടെ എത്തി അവരെ പിടികൂടും എന്നുള്ളത്. അങ്ങനെ ഈ ഒരു തിരുട്ട് ഗ്രാമത്തിൽ പോയൊരു എക്സ്പീരിയൻസ് പറയുമ്പോൾ ഇപ്പോൾ ഈ രാത്രിയിൽ തന്നെയായിരുന്നു ആ ഒരു ഓപ്പറേഷൻ നടത്താൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്? അതെ, രാത്രിയല്ലാതെ പറ്റില്ല. നമ്മൾ പകലൊരു പ്രാവശ്യം പോയിട്ട് നമ്മൾ പേടിച്ചേരേണ്ട തിരിച്ചു വരേണ്ടി വരുന്നു. അവിടെ സ്ത്രീകൾ മാത്രമേ പകലുണ്ടാവാറുള്ളൂ. പകൽ പോലീസ് കയറും, അല്ലെങ്കിൽ കയറിയാൽ വലിയൊരു സംഘം പോലീസിന് വേണമെങ്കിൽ കീഴടക്കാൻ പറ്റും അവരെ പോയാൽ. ചിലപ്പോൾ അതിനകത്ത് കാഷ്വാലിറ്റീസും ഉണ്ടാകും. അതുകൊണ്ട് ആണുങ്ങളാരും അവിടെ രാത്രിയിൽ പകൽ കിടക്കാറില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഈ CNN ഒക്കെ ഇതൊക്കെ ഇട്ട് ബാഡ്ജൊക്കെ ഇട്ടിട്ട് നമ്മളതിൽ പോയി കുറേ ക്യാമറ എല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ മൊബൈലിലെല്ലാം ഷൂട്ട് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രൊസഷൻ, ഒരു ജാഥ ഇങ്ങോട്ട് വരുന്നുണ്ട്. സ്ത്രീകൾ മാത്രമാണ്. ഒരു പ്രത്യേക മ്യൂസിക് ഇങ്ങനെ തലയൊക്കെ ഇങ്ങനെ ആട്ടി ഇങ്ങനെ മൊത്തം എല്ലാവരും വരുവാണ്. ശരിക്കും സിനിമയിലുള്ള പോലെ ഇങ്ങനെ വരുവാണ്. എന്നിട്ട് ഇവരെല്ലാം നോട്ടം നമ്മളെ തന്നെയാണ്. ഇങ്ങനെ ഷാർപ്പാണ്, ഭയങ്കര ഷാർപ്പ് ലുക്കിങ് ലേഡീസ്. അത് കേട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട്. ഇവരൊക്കെ നമ്മളെ പുറകെ നിൽക്കും. ഇവരിങ്ങനെ നമ്മുടെ ആ സൈഡ് പോയി കഴിയുമ്പോൾ
അപ്പോൾ നമുക്ക് പണി പന്തിയൽ പിന്നെ ഇതെല്ലാം ശരിയെല്ലാം തോന്നി. അപ്പം തന്നെ നമ്മളവിടെ സ്കൂട്ടായി പോരുന്നത്. അങ്ങനെ അതുകൊണ്ട് പകലങ്ങോട്ട് പോകാൻ പറ്റില്ല, രാത്രിയിലേ പറ്റുള്ളൂ. അതും രാത്രിയിൽ ഉറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് നേരം കഴിഞ്ഞിട്ടൊക്കെ 12 മണിയൊക്കെ എന്തായാലും കഴിഞ്ഞു. അതുപോലെ തമിഴിലേക്കൊരു അവസരം വരികയാണ്, ജയ് ഭീമിലേക്കുള്ള വിളി. അതും ഈ പ്രത്യേകിച്ച് തൊണ്ടിമുതലും ദൃക്സാക്ഷി എന്ന സിനിമയ്ക്ക് ശേഷമായിരുന്നു ആ ഒരു വിളി വരുന്നത്. അത് കണ്ടിട്ട് തന്നെയായിരുന്നു അതെ കോള് വരുന്നത്. ഓർക്കുന്നുണ്ട് ആ ഒരു കോള് വന്നത് ജയ് ഭീമിലേക്ക്? ഓർക്കുന്നുണ്ട്. അത് എന്നെ വിളിക്കുന്നത് അതിൻ്റെ പിന്നെ ഇവരുടെ 2Dയുടെ പ്രൊഡക്ഷൻസിൻ്റെ കൺട്രോളർ ഉണ്ടല്ലോ, അദ്ദേഹം വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ ഈ തമിഴ് പകുതിയൊക്കെ മനസ്സിലാകുന്നുള്ളൂ. അപ്പോൾ ഞാൻ അറിഞ്ഞത് ആരോ എന്നെ പറ്റിക്കാൻ വേണ്ടി വിളിക്കുന്നതാണ്. എന്നോട് സൂര്യയുടെ പേരൊക്കെ പറഞ്ഞിട്ട് സൂര്യയുടെ പടത്തിൽ അഭിനയിക്കാൻ അത് തമാശ ആക്കുമല്ലോ. അപ്പോൾ ഞാൻ ആയിക്കോട്ടെ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സംഭവം സീരിയസ് ആണെന്ന് മനസ്സിലാകുന്നത്. പിന്നെ അവർ അങ്ങോട്ട് വിളിച്ചു, അവിടെ പോയി 2Dയുടെ ഓഫീസിൽ പോയി ചെറിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ കഥാകാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അതിനകത്ത് ഈ പോലീസിൻ്റെ ഇതായതുകൊണ്ട് എന്നോട് ചില അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ എന്നാലും വളരെ പെർഫെക്റ്റ് ആയിട്ട് അവർ ഒരു റിസർച്ച് ചെയ്തിട്ട്, ജ്ഞാനവേല അതിൻ്റെ ഡയറക്ടർ ഒരു റിസർച്ച് നടത്തിയതിന് ശേഷമാണ് ആ സിനിമ പിടിക്കുന്നത്. പണ്ട് നടന്നൊരു സംഭവമാണല്ലോ. അപ്പോൾ അന്നത്തെ ജസ്റ്റിസ് ചന്ദ്രു സാറിനെയൊക്കെ പോയി കണ്ട് സംസാരിച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത്. അതൊരു വല്ലാത്ത മൂമെൻ്റ് ആയിരുന്നു. അതെ, ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണത്. നടന്ന സംഭവത്തെ പുനരാവിഷ്കരിച്ച് ജനഹൃദയങ്ങളെ കീഴടക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലല്ലോ. അതിൽ പൊതുവിൽ തമിഴ് നടന്മാരാണെങ്കിൽ അവർ മലയാള സിനിമകൾ ഒരുപാട് കാണുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാറുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പല ആർട്ടിസ്റ്റുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ സൂര്യ അത്തരത്തിൽ സാറിൻ്റെ സിനിമകളെ കുറിച്ച് സംസാരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു? ഇല്ല, അങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷേ വേറെ പല ആൾക്കാരും സംസാരിച്ചിരുന്നു. പ്രകാശ് രാജ് സാറൊക്കെ ഇപ്പോൾ എപ്പോഴും മലയാളത്തിൽ അഭിനയിക്കുന്നതാണല്ലോ. അവരൊക്കെ മലയാള സിനിമയെ വലിയ ഉന്നത നിലവാരത്തിലാണ് കാണുന്നത്. ആ ഔന്നത്യമാണ് നമുക്ക് അവിടെ കിട്ടുന്ന അംഗീകാരങ്ങൾ. നമുക്ക് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റ് ആർട്ടിസ്റ്റുകളെക്കാളൊക്കെ ഉപരി നമ്മളെ അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു പെരുമാറ്റം അവരുടെ. നമുക്ക് സെപ്പറേറ്റ് കാരവനും സെപ്പറേറ്റ് പിന്നെ ഈ ഷൂട്ട് റൂമൊക്കെ തന്ന് അവിടെ ഇരുത്തി അസിസ്റ്റൻറ്റിനെയൊക്കെ കൊണ്ടുവന്നിട്ട്, നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ നമ്മളടുത്ത് അസിസ്റ്റൻറ്റിനെ കൊണ്ടുവന്ന് എപ്പോഴെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും വേണോ, വെള്ളം കുടിക്കാൻ വേണോ, ഭക്ഷണം കഴിക്കാൻ, എന്തിനും നമ്മുടെ പുറകെ തന്നെ ഉണ്ടാവും അവർ. അത്രയ്ക്കൊരു കെയർ തരുന്നുണ്ട് ആ ഇൻഡസ്ട്രി. അത് മലയാളത്തിൻ്റെ സിനിമയുടെ ഒരു ക്വാളിറ്റിയുടെ പ്രത്യേകതയാണ്. അല്ലാതെ സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു, സൂര്യയോട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു? കണ്ടിരുന്നു, ജസ്റ്റ് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. പിന്നെ എന്നോട് പറഞ്ഞു തൊണ്ടിമുതൽ ദൃക്സാക്ഷി കണ്ടിട്ട് തന്നെയാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അത് കണ്ടിട്ട് തന്നെയാണ് ഡയറക്ടർ എന്നോട് സൂചിപ്പിച്ചിരുന്നെന്ന് പറഞ്ഞു. ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായോ? ഇല്ല, കൂടുതൽ സംസാരിക്കാൻ പറ്റുന്നു. അദ്ദേഹം ഭയങ്കര തിരക്കുള്ള ആളല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് ഷൂട്ടില്ലായിരുന്നു. ഇടയിലും ജസ്റ്റ് വന്നതാണ്. നമ്മൾ സ്റ്റുഡിയോയിൽ വന്നിട്ട്, ഉള്ളിൽ ഒരു വലിയൊരു സ്റ്റുഡിയോ അവിടെയാണ് നടത്തിയിരുന്നത് അന്നത്തെ ഷൂട്ട്. അങ്ങനെ വന്ന് ജസ്റ്റ് കണ്ട് സംസാരിച്ച്. ഇത് പോലീസാണോ പോലീസ് ഉദ്യോഗസ്ഥനാണോ അതോ സിനിമയാണോ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ? അത് എപ്പോഴും എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഈ സിനിമയാണോ അതോ പോലീസാണോ. പക്ഷേ എങ്ങനെ കൂട്ടിക്കിഴിച്ച് നോക്കിയാലും ഒരു പടിയിൽ മുന്നേ നിൽക്കുന്ന പോലീസ് തന്നെയാണ്. കാരണം പിന്നെ അതിന് ഉദാഹരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2018 എനിക്ക് 6 ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിന് വിളിച്ചിരുന്നു. പക്ഷെ അന്ന് ഭയങ്കര ഒരു അത്യാവശ്യം വന്നു പോലീസുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായിട്ട്. അപ്പോൾ എനിക്കത് ഒഴിവാക്കേണ്ടി വന്നു. പിന്നീട് ആ പടം ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പക്ഷെ എന്നാലും എനിക്ക് പോലീസ് ഒഴിവാക്കി പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് ലീവ് എടുക്കാനും 5 വർഷമൊക്കെ ലീവ് എടുത്ത് പോകാനൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് എന്നോട്. പക്ഷെ അത് പറ്റില്ല. ഇപ്പോൾ ഈ ഒഴിവാക്കിയ സിനിമ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതുപോലെ ഈ ഒഴിവാക്കി ഭയങ്കരമായിട്ട് വിഷമം വന്ന സിനിമകൾ ഏതൊക്കെ? അങ്ങനെ ഈ ഒരു ജോലി തിരക്കൊണ്ട് ഒഴിവാക്കേണ്ടി വന്ന സിനിമകൾ ഏതൊക്കെയാണ്? അത് ഓരോ സമയം പെട്ടെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാവും. 2018 ഒന്ന് ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. പെട്ടെന്ന് ചോദിക്കുമ്പോൾ മനസ്സിലാവില്ല, ഓർമ്മ കിട്ടില്ല. കുറച്ചുണ്ട് അങ്ങനത്തെ പടങ്ങളുണ്ട് അങ്ങനെ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടല്ലേ? ഓക്കെ. അതുപോലെ എഴുത്തുകാരൻ കൂടിയാണ്. ഇപ്പോൾ ഇഷ്ടപ്പെട്ട പുസ്തകം, എഴുത്തുകാർ അങ്ങനെ ചോദിക്കുമ്പോൾ ആരായിരിക്കും? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ പിന്നെ ഈ കുറ്റവും ശിക്ഷയും, ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും വായിച്ചതിന് ശേഷമാണ് എനിക്ക് ഭയങ്കര ഭ്രാന്താകുന്നത് ഇതിനോട്. കാരണം അത് നമ്മൾ നടക്കുന്ന ഓരോ സ്ഥലങ്ങളും, ഓരോ പുല്ലും, ഒരു പുൽക്കൊടി തുമ്പും, അതിൽ നിന്ന് വീഴുന്ന വെള്ളവും കല്ലും എല്ലാം അതിനകത്ത് നറേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ശരിക്കും ആ സ്ഥലത്ത് കൂടി നടന്നു പോകുന്ന അതേ ഫീലിംഗ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു രീതിയാണ് എനിക്ക് എൻ്റെ മനസ്സിലുള്ളതും ആ രീതി അവലംബിച്ച് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് എഴുത്തുകാരുടെ ഇഷ്ടം പോലെയാണ്. ഞാൻ പെരുമ്പടവത്തിൻ്റെ പിന്നെ ഒരു സങ്കീർത്തനം പോലെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഇതാണ്. പിന്നെ മുകുന്ദൻ സാറിൻ്റെ ആണെങ്കിലും എല്ലാം ഒരുപാടുണ്ട്. പിന്നെ എല്ലാ MTയുടെ ആണെങ്കിലൊക്കെ ഒരുപാട് വായിച്ചതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ്. പക്ഷേ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഇതാണ്, നമ്മളൊരു വായനക്കാരന് അല്ലെങ്കിൽ ഒരു പ്രേക്ഷകന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് തീർത്തും അയാൾക്കത് മനസ്സിലാകുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ അയാളെ കൈപിടിച്ച് അതിനെ നടത്തിക്കൊണ്ട് പോകുന്ന രീതിയിലേക്ക് വരുവാണെങ്കിൽ ഭയങ്കര എഫക്റ്റീവാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടാവും, അല്ലാത്തവരും ഉണ്ടാവും. ഭയങ്കര ഫിക്ഷനിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ മോള്, അവൾക്ക് സയൻസ് ഫിക്ഷൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സയൻസ് ഫിക്ഷൻ ഇഷ്ടമല്ലെന്ന് പറയുന്നില്ല, പക്ഷേ എനിക്ക് അതിനെക്കാട്ടിലും കൂടുതൽ റിയലിസ്റ്റിക്കുള്ള ഇതിലേക്ക് പോകുന്നതാണ്.
മോന് ഈ ടൈം ലൂപ്പിൻ്റെ സംഭവങ്ങൾ പറയും. അവന് കഥകളൊക്കെ പറയാനെടുത്ത് അവൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കഥകളാണ്. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12ാം ക്ലാസ്സിലേക്ക് കയറിയുള്ളൂ. അപ്പോൾ ചിലതൊക്കെ ഭയങ്കര രസകരമാണ്. പക്ഷേ അത് എൻ്റെ ആ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് കത്തുന്നില്ല ശരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഈ പോലീസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് തന്നെ പോലീസ് വേഷങ്ങളിലേക്ക് തന്നെ കൂടുതൽ വിളി വരുന്ന പോലെ തോന്നുന്നുണ്ടോ? ഉണ്ട്. അത് എന്നാ വെച്ചാൽ കുറച്ച് സിനിമ കൂടെ നന്നാക്കാനുള്ള ഒരു ഭാഗത്തിൻ്റെ ഇതിൻ്റെ ട്രിക്കിൻ്റെ ഭാഗമായിട്ട് എന്നെ വിളിക്കാറുണ്ട്. കാരണം അപ്പം നമുക്ക് അഭിപ്രായങ്ങൾ പറയാമല്ലോ, നമ്മളോട് ചോദിക്കുമല്ലോ. അപ്പോൾ ഇത് ആൾക്കാർ അങ്ങനെ ഉണ്ടാവുമോ എന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ അതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളൊന്നും കൂടെ അഭിപ്രായം ചോദിച്ച് ചെയ്യുന്ന സീനുകളൊക്കെ ഉണ്ട്. മധുപാൽ സാറ് അങ്ങനെ ചെയ്തതല്ല പറയുന്നത്. മധുപാൽ സാർ എന്ന് പറഞ്ഞാൽ ഒരു കുപ്രസിദ്ധ പയ്യൻ ചെയ്യുന്ന സമയത്ത് ആ ഇൻക്വസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ അമ്മ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് കയറുമ്പോൾ ആ സീനുകളൊക്കെ എന്നോട് പറഞ്ഞു, എന്നപ്പോൾ നീ തന്നെ ഡയറക്റ്റ് പറയുന്നത് മനസ്സിലായത്. ആ രീതിയിൽ അതായത് അതിനകത്തൊരു പെർഫെക്ഷൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കറക്റ്റ് അറിയാം, എല്ലാം റിസർച്ച് ചെയ്യുന്ന ടീമാണല്ലോ. അതുപോലെ കാമുകി, പാൽത്തു ജാൻവർ, ഇതിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വേഷങ്ങൾ, അതായത് പോലീസ് വേഷങ്ങൾ വരുമ്പം അതിലേക്ക് ഒതുങ്ങരുത് എന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് തന്നെയാണോ ഇത്തരം കഥാപാത്രങ്ങൾ വരുമ്പം അതിലോട്ടും കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുത്ത് ചെയ്യുന്നത്? അതെ, ഉണ്ട്. എനിക്ക് പറഞ്ഞാൽ പോലീസ് ടൈപ്പ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പെർഫോം ചെയ്യാൻ വേറെ ഇതില്ല. ഇനിയിപ്പോൾ ഈ തൊണ്ടി മുതലും ദൃക്സാക്ഷിക്ക് അപ്പുറത്തേക്ക് വേറൊരു പോലീസ് ഓഫീസറെ ചെയ്യണമെങ്കിൽ ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരു വില്ലൻ വേഷമായിട്ടുള്ള പോലീസുകാരൻ ചെയ്താലേ എന്തെങ്കിലും ചെറിയൊരു മാറ്റം വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ വേറെ വ്യത്യസ്തമായ വേഷങ്ങൾ കിട്ടുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവുക ഈ സിനിമയിൽ. പോലീസ് വേഷം എന്ന് പറയുമ്പോൾ പോലീസുള്ള സിനിമയിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനത്തെ ഏത് വേഷം കിട്ടിയാലും എൻ്റേതായ ഒരു ശൈലിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഒരുപാട് കഥാപാത്രങ്ങൾ എൻ്റെ ലൈഫിലൂടെ ഇങ്ങനെ കണ്ടു പോകുന്നതാണ്. 21 വർഷത്തെ സർവീസിനിടയിൽ എനിക്ക് തോന്നുന്നു 1000കണക്കിന് 10000കണക്കിന് ആളുകൾ ഇങ്ങനെ കടന്നു പോയിട്ടുള്ളതാണ് നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിലൂടെ. ഒരു മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ 3 ദിവസം 4 ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ കൂടെ നിന്ന് പോയ ആൾക്കാരുണ്ട്. അവരെയൊക്കെ നമുക്ക് പിന്നെ അവതരിപ്പിക്കാനുള്ള ഒരു ചാൻസ് ആണത്. പുതിയ സിനിമകൾ ഏതൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്? ഇനിയിപ്പോൾ ജൂൺ 14 ഗിർ ഇറങ്ങുന്നത്, ചാക്കോച്ചനും സുരാജും കൂടെയുള്ള പടം, ജെയ്ഫയുടെ ഡയറക്ഷനിലുള്ള. പിന്നെ സംശയം, വിനയ് ഫോർട്ടും ഷറഫുദ്ദീനും ഉള്ളൊരു സിനിമയാണ്. അത് രാജേഷ് രവി ഡയറക്റ്റ് ചെയ്യുന്നൊരു പടമാണ്. രസമുള്ളൊരു ഹ്യൂമർ പടമാണ്, നല്ല രസമാണ്. ഈ ഗിറും നല്ല അടിപൊളി പടമാണ്. ഗറിൽ ആളുകൾ ഭയങ്കര പ്രതീക്ഷ കൊടുക്കുന്നു. കാരണം ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം ഭയങ്കരമായി ഗറ് ചർച്ചയാവുന്നുണ്ട്. ഒരു ട്രൂ സ്റ്റോറിയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ട്രൂ സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടാണ്, ഫുള്ളല്ല, കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ അതിനകത്ത് റിയൽ ലയണിനെ കൊണ്ടുവരുന്നുണ്ട്. റിയൽ ലയൺ അവർ ആഫ്രിക്കയിൽ പോയി അത് ഷൂട്ട് ചെയ്തിരുന്നു. ബാക്കിയുള്ളതെല്ലാം പിന്നെ ഗ്രാഫിക്സിലൂടെ ചെയ്യുന്നതായിരിക്കും. അതായത് സിംഹത്തിന്റെ മുന്നിൽ അകപ്പെട്ട് നിൽക്കുന്ന കുഞ്ചാക്കോവിനെ കാണിക്കുന്നത്. പക്ഷെ ശരിക്കും ആ സിംഹത്തിനെ കൊണ്ടുവന്നിട്ട് തന്നെയാണ് അത് ചെയ്യിക്കുന്നത്. അവിടെയല്ല, പക്ഷെ അവിടെ അതിന്റെ കുറെ ഭാഗങ്ങൾ ആഫ്രിക്കയിൽ ചെയ്തിരുന്നു, ഷൂട്ട് ചെയ്തിരുന്നു. ആ ഭാഗത്തുള്ള റിയൽ ലൈനെയാണ് അങ്ങനെ കുറെ കാര്യങ്ങൾ. ഭയങ്കര രസമാണ്. എനിക്ക് തോന്നുന്നത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെയും അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു പടമാണ്. ഭയങ്കര പ്രതീക്ഷയിൽ ആളുകൾ അതിന് താഴെ കമന്റ് ഇടുന്നുണ്ട്, ഗർ ഒരു വ്യത്യസ്തമായിരിക്കും എന്ന രീതിയിൽ തന്നെ. ഞാൻ ഭയങ്കര പ്രതീക്ഷയല്ല, എനിക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള റോളാണ് അതിനകത്ത് കിട്ടിയിരിക്കുന്നത്. രസകരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതിൻ്റെ ഇത് പിന്നെ പ്രിവ്യൂ അല്ല, എഡിറ്റിങ്ങിൻ്റെ സെക്ഷനിലൊക്കെ കണ്ട ആൾക്കാർ പറയുന്നു, ഡബിങ്ങിൻ്റെ സമയത്ത്. തിരക്കഥയിലേക്ക് ഏതെങ്കിലും പുതിയ സിനിമ വരാനിരിക്കുന്നുണ്ടോ? തിരക്കഥ ഒരു സ്ക്രിപ്റ്റ് പൂർത്തിയാക്കിയിട്ട് നമ്മുടെ അങ്കിളിൻ്റെ ഡയറക്ടർ കൊടുത്തിട്ടുണ്ട്, ഗിരീഷ് ദാമോദറിന് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അതിൻ്റെ ഒരു പ്രോജക്റ്റിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകളിലൊക്കെ ഇങ്ങനെ എന്നോട് ആയിരിക്കും. മരണത്തെ മുഖാമുഖം കാണുന്ന സന്ദർഭങ്ങളൊക്കെ സംഭവം ഉണ്ടല്ലോ. അതിൽ ഇവിടുന്ന് പിന്നെ വലിയൊരു കമ്മ്യൂണൽ റേറ്റ് നടന്ന സമയത്താണല്ലോ ഏറ് കിട്ടിയിട്ട് താഴെ വീണു. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു പിന്നെ കേസിൻ്റെ അന്വേഷണമായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ ക്വാർട്ടേഴ്സിൽ വൈഫും 2 കുട്ടികളുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഉണ്ടായിട്ടില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ രാവിലെ പോയി, പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട ആവശ്യമില്ല, 2 ദിവസം കഴിഞ്ഞ് വരുള്ളൂ എന്ന് പറഞ്ഞ്. വൈകുന്നേരം എഴുതി കാണിക്കുന്നത് മറ്റേ ഈ സ്ക്രോളിംഗ് ന്യൂസ് കാണിക്കുന്നത് കാസർഗോഡ് കമ്മ്യൂണൽ കലാപം, ബദിയെടുക്ക അസൈക്ക് ഗുരുതര പരുക്ക്, കണ്ണിന് ഗുരുതര പരുക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഫുള്ള് ബ്ലഡ് ഇങ്ങനെ ഒളിപ്പിച്ച് എന്നെ ഇങ്ങനെ ആൾക്കാർ താങ്ങി പിടിച്ച് കൊണ്ടുവന്നതാണ്. ഇവൾക്ക് എന്നെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. കാരണം ആദ്യത്തെ ഏറ് കിട്ടുന്ന മൊബൈലിട്ടാണ്, അന്ന് ചെറിയ മൊബൈലല്ലേ, അത് പോയി. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വിച്ഛേദിച്ചു ആദ്യം തന്നെ. പിന്നെ അവൾക്ക് ഒരു രക്ഷയില്ല. പിറ്റേ ദിവസം ഹർത്താലായി. അങ്ങനെ 3-ാമത്തെ ദിവസമാണ് ഇവൾ എന്നെ കാണുന്നത്. ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടല്ലോ, അതിനൊരു സിനിമയ്ക്കുണ്ട്. ശരിയാണ്. ഇതിൽ പല സന്ദർഭങ്ങളിലും ഈ ഡിപ്രഷനിലേക്ക് പോയ കാര്യമൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതിനൊക്കെ എങ്ങനെയാണ്, അതായത് ആ ഔദ്യോഗിക ജീവിതത്തിൽ തന്നെ നിൽക്കുമ്പോൾ ഇതെല്ലാം നിരന്തരം വേട്ടയാടപ്പെടാം. അപ്പൊ അതിനെയൊക്കെ ഓവർകം ചെയ്യാന്ന് പറയുന്നത് അതെങ്ങനെയാണ് സാധ്യമായത്? അല്ല, ഒരു പ്രധാനപ്പെട്ട കാര്യം ഫാമിലി ഒരു സംഭവമാണ്. ഫാമിലിനെ ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല, എൻ്റെ കൂടെ തന്നെയായിരുന്നു ഫാമിലി ഉണ്ടായിരുന്നത്. അപ്പോൾ
എപ്പോഴും നമുക്ക് ഭയങ്കര ഒരു സപ്പോർട്ടാണ്. അത് അവിടെ കിട്ടുന്ന ഒരു റിലാക്സ് ഉണ്ടല്ലോ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ. ഏത് അർദ്ധരാത്രിക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു റിലാക്സേഷൻ അവിടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു സൂത്തിങ് ഇഫക്റ്റാണ്. രണ്ടാമത്തത് നമ്മുടെ മേലുദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവർ ഭയങ്കര കെയറിങ് ആയിരുന്നു ആ സമയത്ത്. ആ ഒരു കെയറിങ്ങിൻ്റെ ഭാഗമായിട്ട് തുടർച്ചയായിട്ട് 3-4 അപകടങ്ങളുണ്ടായി, കാലും കൈയൊടി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അന്നത്തെ DIG ആയിരുന്നു പിന്നെ സേതുരാമൻ സാറ്. അദ്ദേഹം കൂടി മുൻകൈ എടുത്തിട്ട് ഇവിടുത്തെ അന്നത്തെ SP തോമസൻ സാറെല്ലാം കൂടെ മുൻകൈ എടുത്തിട്ടാണ് എനിക്ക് ഇൻ്റലിജൻസ് ബ്യൂറോയിലേക്ക് ഒരു ഡെപ്യൂട്ടേഷൻ കിട്ടുന്നത്. അങ്ങനെ 3 വർഷം അവിടെ പോയിട്ട് വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടൊരു ജീവിതം കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് ഉഷാറായി. അങ്ങനെയാണ് തിരിച്ച് പിന്നെ പോലീസിലേക്ക് വരുന്നത്. പിന്നെ അത് വേറൊരു രീതിയാണ്. IB ഒരു വേറൊരു ലോകമാണ്. ഭയങ്കര രസകരമായിട്ടുള്ള ജോലികൾ വളരെ ലോ പ്രൊഫൈലായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അവർ. ഇന്ന് IB ഇല്ലെങ്കിൽ ഇന്ത്യ ഇല്ല ശരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സിനിമ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മെന്റലി? സിനിമ അതിനൊക്കെ ശേഷം കുറേ കഴിഞ്ഞല്ലേ വരുന്നത്. 2017 വരുന്നത് സിനിമ ഭയങ്കരമായിട്ട് പിന്നെ ശരിക്കും നല്ലൊരു വർക്ക് ചെയ്യുമ്പം ആളുകളത് കണ്ടിട്ട് നല്ലതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് ഭയങ്കര ഊർജ്ജമാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു ഇൻ്റർവ്യൂ നടത്തിയതിന് ശേഷം ആൾക്കാർ കണ്ടിട്ട് കൊള്ളാം നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ നല്ല ഇതാണ്, അയാൾ പറഞ്ഞ ഉത്തരവും കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ രസം, അതൊരു ഒരു മനസ്സിന് നല്ലൊരു പിന്നെ ചെയ്യാൻ തോന്നും നമുക്ക് അല്ലേ. വളരെ ഡിഫറൻ്റ് ആയിട്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകും. ഈ അഭിനയിക്കണമെന്നുള്ള അതിയായ മോഹം കൊണ്ടാണ് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുന്നത്, സിനിമ പഠിക്കാനൊക്കെ അഭിനയം പഠിക്കാനൊക്കെ. പക്ഷേ വിചാരിച്ചതുപോലെ സംഭവിച്ചില്ല. കുറേ സംഭവങ്ങളുണ്ടായി. അങ്ങനെ ആ സമയത്ത് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ ഓൾറെഡി സിനിമാക്കാരനായി, നാട്ടിൽ നിൽക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഞാനൊരു പിന്നെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് ജോലി തേടി പോവുകയാണ്. അവിടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള ഒരൊറ്റ ഇതുകൊണ്ട് മാത്രം. അങ്ങനെ അവിടെ നിന്ന് മാറി. അതിനുശേഷം പോലീസിൽ വരുന്നുണ്ട്. പോലീസിൽ വരുന്ന സമയത്തും വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. എല്ലാവർക്കും സെലക്ഷൻ കിട്ടി, ഞാൻ മെഡിക്കലിൽ അൺഫിറ്റ് ആയിപ്പോയി, ടെമ്പററി അൺഫിറ്റ്. അത് കഴിഞ്ഞ് പിന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പരിശോധിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ കണ്ടെത്തൽ തെറ്റാണെന്നും അയാൾ എടുക്കേണ്ടതാണെന്നും പറഞ്ഞ് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ നാട്ടിൽ വരുമ്പോൾ ഞാൻ ഓൾറെഡി അവിടെ SI ആയി. പിന്നെ എനിക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ. അവിടെ നിന്ന് അന്നേരം ഞാൻ എവിടെയെങ്കിലും നാട് വിട്ട് പോയാലെന്ന് ആലോചിച്ചു. എൻ്റെ ചേട്ടൻ ഛത്തീസ്ഗഡിലുണ്ട്, പുള്ളി പ്രീസ്റ്റാണ്. പുള്ളി പറഞ്ഞു, നീ ഒരു കാര്യം, നീ കെമിസ്ട്രി അല്ലേ കഴിഞ്ഞത്, നിനക്കൊരു BSc നഴ്സിംഗ് കൂടിയൊക്കെ ചെയ്ത് കളയാതെ നീ കൂടെ ഓരോ പറഞ്ഞോട്. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരുന്ന സമയത്ത് പിന്നെ തിരിച്ച് കിട്ടി ജോലിക്ക് വരുന്നത്. ശരിക്കും പോലീസ് ആയിരുന്നില്ലെങ്കിൽ ഇങ്ങനെ സിനിമ സംഭവിക്കുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? സിനിമയിലേക്ക് വരുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയുള്ള ചിന്തയില്ല. പോലീസിൽ വന്നതുകൊണ്ട് തന്നെയാണ് സിനിമയിൽ എൻട്രി കിട്ടിയതെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അതൊക്കെ നിമിത്തങ്ങളാണ്. ഏതായാലും പോലീസായില്ലെങ്കിൽ വലിയൊരു കള്ളനാകുമോ എന്ന് ചോദിച്ചില്ലല്ലോ. ഞാൻ അതാ പ്രതീക്ഷിച്ചത്. എൻ്റെ ശ്രദ്ധ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. പക്ഷെ ചോദ്യം വേറെയാണ്. ഓക്കെ, നന്ദി സാർ, ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന്. ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. താങ്ക് യു. വ്യത്യസ്തമായിരുന്നു കേട്ടോ ഇൻ്റർവ്യൂ. കാരണം എനിക്ക് ബോറടിയായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം കുറേ ചോദിച്ച കാര്യങ്ങൾ തന്നെ ആൾക്കാർ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. ഇത് വളരെ വ്യത്യസ്തമായിരുന്നു. കൺഗ്രാറ്റ്സ് കേട്ടോ, എന്നോടും കൺഗ്രാറ്റ്സ്.